സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് കമ്പനിയുടെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സേവ് കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ്. നമുക്കും ഈ ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ, മീഷോ പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിരവധി പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, ഈ IT പ്രൊഡക്റ്റ് ആയിട്ടുള്ള സേവ് ആപ്പ് പ്രോയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൽ 2000 രൂപ MRP പ്രൈസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, സേവ് കാർട്ടിലൂടെ വാങ്ങുന്ന വ്യക്തികൾക്ക് 820 രൂപ ഡിസ്കൗണ്ടിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോ 1180 രൂപ മാത്രം കൊടുത്താൽ മതി, GST ഉൾപ്പെടെ. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് ഓട്ടോ പൂൾ റൺ ചെയ്യാൻ തുടങ്ങും. ഓട്ടോ പൂൾ എന്തിനടിസ്ഥാനമായിട്ടാണെന്ന് അറിയോ? ഈ കമ്പനിയിൽ ടോട്ടലി നടക്കുന്ന സെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തി ഓട്ടോ പൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആ ഓട്ടോ പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് ഈ സേവ് ആപ്പ് പ്രോ പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഈ ഓട്ടോ പൂളിന്റെ പ്രോഗ്രസ് കണ്ടിട്ട് വീണ്ടും വീണ്ടും പല ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഓട്ടോ പൂൾ ഉണ്ട്. അത് നോൺ വർക്കിംഗ് ഇൻകം, നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഒരാളോടും പറയാൻ പോലും സാധിച്ചില്ലെങ്കിലും ഇത് വാങ്ങി വെക്കുന്ന വ്യക്തികൾക്ക് നോൺ വർക്കിംഗ് ഇൻകം കൊടുക്കുന്നു. ആദ്യത്തെ ഓട്ടോ പൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു 1000 രൂപ. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ 1000 രൂപ കൊടുക്കും. അതിനുശേഷം അത് രണ്ടാമത്തെ പൂളിലേക്ക് കടക്കുന്നു. അത് കംപ്ലീറ്റ് ആകുമ്പോൾ 3000 രൂപ. അതിനുശേഷം അത് മൂന്നാമത്തെ പൂളിലേക്ക് കിടക്കുന്നു. അത് കംപ്ലീറ്റ് ആകുമ്പോൾ 20000 രൂപ. ഡിയർ ഫ്രണ്ട്സ്, വെറും 1180 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് 24000 രൂപയാണ് ഈ കമ്പനി ആദ്യത്തെ 3 ഓട്ടോ പൂളിലൂടെ കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രീ ആയിട്ടൊരു ഫാമിലി പാക്കേജും കൂടി ഇവിടെ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14157 രൂപ വില വരുന്ന ഒരു ഫാമിലി പാക്കേജ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സേവ് ആപ്പ്, പോപ്പുലർ, അതിന്റെ 3 പ്രൊഡക്റ്റ് ഒരു ഫാമിലി പാക്കേജിലൂടെ കമ്പനി കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. വെറും 1150 മുടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ 3 ഓട്ടോ പൂൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഓട്ടോ പൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ 12000 കിട്ടും. രണ്ടാമത്തെ ഓട്ടോ പൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ 60000 കിട്ടും. മൂന്നാമത്തെ ഓട്ടോ പൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ 2,40,000 കിട്ടും. അങ്ങനെ നോക്കുമ്പോ 3,12,000 രൂപ സെക്കൻഡ് സ്റ്റേജിലും കിട്ടാണ് 3 ഓട്ടോ പൂളിലൂടെ. അപ്പൊ രണ്ടും കൂടുമ്പോ 24,000 പ്ലസ് 3,12 എന്ന് പറയുമ്പോ 3,36,000 രൂപയാണ് ഡിയർ ഫ്രണ്ട്സ് ഒരു സാധാരണക്കാരനും ഒരു സാധാരണക്കാരിക്കും വെറും 1150 രൂപ മുടക്കി ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ 100 കണക്കിന് ആളുകളാണ് ഈ ഒരു വരുമാനം നേടിയിട്ടുള്ളത്. എനിക്കും കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്ത ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്, അവർ കൊടുത്ത ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇത് കമ്പനിയിൽ നടക്കുന്ന സെയിൽസിന്റെ ആനുപാതികമായിട്ട് കൊടുക്കുന്ന ഒരു വരുമാനമാണ്. നമ്മൾ കഴിവുള്ള വ്യക്തിയാവാം, കഴിവില്ലാത്ത വ്യക്തിയാവാം. നമുക്ക് ഈ അവസരം മറ്റുള്ളവരോട് പറയാനായിട്ട് അറിയില്ലെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ പേരിൽ നമ്മളെ കമ്പനി മാറ്റി നിർത്തുന്നില്ല. മറ്റുള്ള കമ്പനികളിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ പേരിൽ ഒരു വ്യക്തിക്കും വരുമാനം കൊടുക്കില്ല. അവിടെ അവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ അവരിലൂടെ വരുന്ന ബിസിനസ്സിലൂടെയാണ് കമ്പനി വരുമാനം കൊടുക്കുക. എന്നാൽ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഈ ഒരു ഉൽപ്പന്നം വാങ്ങിയതിന്റെ പേരിൽ കൊടുക്കുന്ന വരുമാനം ചെറിയൊരു എമൗണ്ട് അല്ല ഡിയർ ഫ്രണ്ട്സ്. 3,36,000 രൂപ ഫ്യൂച്ചറിലേക്ക് വെറും 1180 രൂപ മുടക്കുന്ന വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു പ്രോയൊന്നല്ല വാങ്ങുന്നേ, ഒരു ആപ്ലിക്കേഷനൊന്നല്ല വാങ്ങുന്ന ആളുകള്. ഇന്ന് 10, 20, 50, 100 വാങ്ങുന്ന ആളുകളുണ്ട്. ഇത് വാങ്ങി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഉൽപ്പന്നം വാങ്ങുന്നു, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല വാങ്ങൽ വിൽക്കൽ, വാങ്ങുക വിൽക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലൂടെ ഈ കമ്പനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 10 സേവ് ആപ്പ് പ്രോയൊക്കെ വാങ്ങുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയോ? 33,60,000 രൂപ. അതിൽ ആദ്യത്തെ 3 പൂള് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റൺ ചെയ്യുന്ന ആദ്യത്തെ 3 പൂളിലൂടെ തന്നെ
ഒരു 10 പ്രോയൊക്കെ 11,800 മുടക്കുന്ന വ്യക്തിക്ക് 2,40,000 രൂപയാണ് ഈ കമ്പനി തിരിച്ചു കൊടുക്കുന്നത്. ഇന്ന് എത്ര വ്യക്തികളാണെന്നറിയോ ഈ ഒരു ഇൻകം ആസ്വദിക്കുന്നത്? ഈ പ്രൊജക്ട് അറിയാത്ത ആളുകൾ, മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഇന്ന് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, എന്നാൽ അവർ പറഞ്ഞതല്ലേ അന്നൊന്ന് വാങ്ങി വെക്കാം എന്നൊക്കെ കരുതി 2-3 മാസം മുമ്പൊക്കെ വാങ്ങി വെച്ച ആളുകൾക്ക് ഇന്ന് ഈ പറയുന്ന ഒട്ടപ്പൂളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ചിന്തിക്കുക, ഇത്രയധികം വരുമാനം കൊടുക്കാൻ എങ്ങനെയാണ് ഈ കമ്പനിക്ക് സാധിക്കുന്നത്? കാരണം എനിക്കും ഉണ്ടായൊരു സംശയമാണ്. ഞാനും ചോദിച്ചു, എങ്ങനെ ഈ ഒരു 1,180 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് 3,36,000 രൂപ ഈ കമ്പനിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അതിനുള്ള ആൻസർ, അതിനുള്ള ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഈ കമ്പനി തന്നതിന്റെ പേരിലാണ് ഇന്ന് ഞാനിതൊരു എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഞാനിത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിത് എൻ്റെ ഒരു ലൈഫായിട്ട് ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കമ്പനി ഈ ഒരു വരുമാനം, ഓട്ടോപോൾ വരുമാനം ഈ സിസ്റ്റത്തിലൂടെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ സൂചിപ്പിച്ചു 2,000 രൂപ MRP വരുന്ന പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 1,180 രൂപ GST ഉൾപ്പെടെ കിട്ടും. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരുപാട് വ്യക്തികൾ ഈ കമ്പനിയുടെ സിസ്റ്റത്തിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ പല ആളുകളും, ഇപ്പൊ ഞാൻ തന്നെ ജനുവരി 6-ാം തീയതി എന്റെ പേരിൽ, ഞാൻ അറിയാതെ എന്റെ പേരിൽ പർച്ചേസ് ചെയ്തതാണ് ഈ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ജനുവരി 6-ാം തീയതി 5 എണ്ണം വാങ്ങി, അതിനുശേഷം 15-ാം തീയതി 5 എണ്ണം വാങ്ങി. അങ്ങനെ 2 തവണയായിട്ട് 10 സേവ് ആപ്പ് പ്രോ പർച്ചേസ് ചെയ്തിരുന്നു. ഞാൻ ഈ ഓട്ടോ പൂള് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയണത് തന്നെ 1 മാസത്തിന് ശേഷമാണ്. എന്റെ പേരിൽ പർച്ചേസ് ചെയ്ത കൊല്ലം സ്വദേശിയായിട്ടുള്ള മാത്യു ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, സാറിന്റെ ആദ്യത്തെ മെച്യൂരിറ്റി കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്, KYC കൊടുത്താൽ വരുമാനം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. അതാണ് ജനുവരി 6-ാം തീയതി എന്റെ പേരിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഫെബ്രുവരി 9-ാം തീയതിയാണ് ഞാൻ എന്റെ ID ആക്ടിവേഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയത്. 1 മാസം എന്റെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നമ്മൾ വാങ്ങിയതിന് ശേഷം ആരൊക്കെയാണോ ഈ കമ്പനിയിൽ നിന്നും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താ, ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ, 1,180 രൂപ 3,36,000 രൂപ ഒരു പണി എടുത്തില്ലെങ്കിലും ഈ കമ്പനി കൊടുക്കാണ്. അങ്ങനെ നോക്കുമ്പോ നമുക്ക് ശേഷം ആരാണോ ആദ്യം വാങ്ങുന്നത് അദ്ദേഹം നമ്മുടെ തൊട്ട് താഴെ, കാരണം ഈ പർച്ചേസ് എല്ലാം നടക്കുന്നത് കമ്പനിയുടെ സിംഗിൾ ലൈനിലാണ്. ഒരു സിംഗിൾ ലൈനിലാണ്, ക്യൂയിലൂടെയാണ് ഈ പർച്ചേസ് എല്ലാം നടക്കുന്നത്. ആരാണോ ആദ്യം വാങ്ങുന്നത് ആ വ്യക്തിക്ക് സീനിയോറിറ്റി കിട്ടും. ആരാണോ രണ്ടാമത് വാങ്ങുന്നത് അദ്ദേഹം തൊട്ട് താഴെ വരും. ഇങ്ങനെ സിംഗിൾ ലൈനിലൂടെ ഈ ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ശേഷം മറ്റെവിടെയെങ്കിലൊക്കെ ഉള്ള ആളുകൾ, ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ABCD 4 വ്യക്തികൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ 4 വ്യക്തികൾ ഈ 1,000 രൂപ വില വരുന്ന ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. 4,000 രൂപ കമ്പനിയുടെ റവന്യൂ ആയിട്ട് കിട്ടാണ്. കാരണം എന്താ, ഇതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല. ഇത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓരോ തവണയും ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കമ്പനിക്ക് എക്സ്പെൻസ് ഉണ്ട്. എന്നാൽ ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്, കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 4,000 രൂപ കമ്പനിയുടെ റവന്യൂ ആയിട്ട് കമ്പനിക്ക് ലഭിക്കുന്നു. അതിൽ വെറും 20% മാത്രമേ കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് മാറ്റി വെക്കുന്നുള്ളൂ. 800 രൂപ മാത്രം. ഒരു വ്യക്തിയിൽ നിന്നും 200 രൂപ. അപ്പൊ 4 വ്യക്തികളിൽ നിന്നും 800 രൂപ. അപ്പൊ ഈ 4,000 രൂപ ടോട്ടൽ റവന്യൂ ലഭിക്കുന്നതിന് അതിൽ നിന്നും ഒരു 20% എന്ന് പറയുമ്പോൾ 800 രൂപ മാറ്റി വെക്കുന്നു. ബാലൻസ് എത്രയുണ്ട്? 3,200 രൂപ. ഈ 3,200 രൂപ ബാലൻസ് ഉണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി കമ്പനി ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ 4 വ്യക്തികളെ ഇതിലേക്ക് റഫർ ചെയ്ത വ്യക്തികൾക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്താൻ ചിലപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്തതായിരിക്കാം. സൂമിന്റെ ലിങ്കോ അല്ലെങ്കിൽ ID അടിക്കാനുള്ള ലിങ്കോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഈ വ്യക്തികൾ ആരാണ് ഇതിലേക്ക് സ്പോൺസർ ചെയ്തത് അവിടെ ഒരു സ്പോൺസർക്ക് പ്രാധാന്യമുണ്ട്. ആ സ്പോൺസർ ചെയ്ത വ്യക്തികൾക്ക് ഓരോ പ്രോയും കൊടുക്കുന്ന സമയത്ത് കമ്പനി 100 രൂപ റഫറൽ കമ്മീഷൻ കൊടുക്കും. അപ്പൊ ഈ 4 വ്യക്തികളെ 4 പേരാണ് പരിചയപ്പെടുത്തിയെങ്കിൽ 4 പേർക്കും 100 രൂപ, 400 രൂപ സ്പോൺസർഷിപ്പ് ഇൻകം കൊടുക്കും. റെഫറൽ ഇൻകം കൂടാൻ എടുക്കുന്നുണ്ട്. ബാലൻസ് അവിടെ 2,800 രൂപയുണ്ട്. ഇവിടെ പ്രോ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 20 ലെവലിലേക്ക്
ലെവലിംഗും കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വ്യക്തിക്ക് കൊടുത്താൽ അദ്ദേഹം എന്റെ ഫസ്റ്റ് ലെവൽ, അദ്ദേഹം അടുത്ത വ്യക്തിക്ക് കൊടുത്താൽ ആ രണ്ടാമത്തെ വ്യക്തി എന്റെ രണ്ടാമത്തെ ലെവൽ, അങ്ങനെ 20 ലെവലിലേക്ക് ലെവലിംഗം കൊടുക്കാനായിട്ടും 400 രൂപ മാറ്റി വെക്കുന്നു. അപ്പൊ 2800 നിന്നും ഈ 400 രൂപ ലെവലിംഗം കൊടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് അവിടെ 2400 രൂപയുണ്ട്. ഇവിടെ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ പർച്ചേസ് കംപ്ലീറ്റ് ആകുമ്പോൾ, ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ സീനിയോറിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഓട്ടോപൂൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓട്ടോപൂൾ 1 കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ ഓട്ടോപൂൾ 1 കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു 1000 രൂപ ആ വ്യക്തിക്ക് കൊടുക്കണം. ഇവിടെ കറക്റ്റ് ആയിട്ട് 2400 രൂപ കമ്പനിയുടെ കയ്യിൽ ബാലൻസ് ഉള്ള സമയത്ത് ഈ ഓട്ടോപൂൾ ഇൻകം 1000 രൂപ കൊടുക്കും. അപ്പൊ 2400 നിന്നും 1000 രൂപ കൊടുത്തു കഴിയുമ്പോൾ ബാലൻസ് അവിടെ എത്രയുണ്ട്? 1400 രൂപ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം അതോടൊപ്പം തന്നെ അത് കൊടുക്കുന്ന വ്യക്തികൾക്കും ഈ ആദ്യത്തെ ഓട്ടോപൂളിന്റെ 1, 2, 3 3 ഓട്ടോപൂളിൽ നിന്നും കിട്ടുന്ന 24,000ന്റെ നേർ 50% സ്പോൺസർക്കും കൊടുക്കുന്നുണ്ട് 12,000 രൂപ. അത് ഒരുമിച്ചല്ല, ഓരോ പൂളും കംപ്ലീറ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ട് 1000 രൂപ ആ ഓട്ടോപൂൾ ഇൻകം കംപ്ലീറ്റ് ആവുന്ന വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പോൺസർക്ക് 500 രൂപ കൊടുക്കും. അപ്പൊ 1400 നിന്നും 500 രൂപ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് കിട്ടും. ബാലൻസ് അവിടെ 900 രൂപയുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ഈ കമ്പനിയുടെ സിസ്റ്റത്തിൽ 4 പേരടങ്ങുന്ന ഓരോ ബ്ലോക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 100 കണക്കിന് 1000 കണക്കിന് പ്രോ സെയിൽസ് നടക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, 4 പേരടങ്ങുന്ന ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരാളുടെ ഓട്ടോപൂൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സീനിയോറിറ്റി ലെവലിൽ നിൽക്കുന്നത് ആരാണോ ആദ്യം നിൽക്കുന്നത് അവർക്ക് കൊടുക്കും. വീണ്ടും അടുത്ത 4 പേര് വരുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് കൊടുക്കും. അങ്ങനെ ഓരോ 4 പേര് വരുമ്പോഴും ഇന്ന് 100 പ്രോ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ 25 പേരുടെ ഓട്ടോപൂൾ 1 കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇന്ന് 1000 പ്രോ സെയിൽസ് നടന്നാൽ 250 പേരുടെ ഓട്ടോപൂൾ 1 കംപ്ലീറ്റ് ആവുന്നുണ്ട്. എത്രയോ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകളാണ് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ ഓരോ 4 പേരടങ്ങുന്ന ബ്ലോക്ക് കംപ്ലീറ്റ് ആവുമ്പോഴും ഇതേ ചെലവുകളെല്ലാം കഴിഞ്ഞ് കമ്പനിയുടെ കയ്യിൽ 900 രൂപ ബാലൻസ് വരാണ്. അടുത്ത 4ന്റെ ബ്ലോക്ക് വരുമ്പോഴും ഇതേ കാര്യങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആളുടെ ഓട്ടോപൂൾ കംപ്ലീറ്റ് ചെയ്ത് 900 ബാലൻസ് വരും. അങ്ങനെ 4 പേരടങ്ങുന്ന 8 ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നു 900 × 8. ഈ 8 ബ്ലോക്കിലും 900 ബാലൻസ് വരും. കമ്പനിയുടെ ലാഭം എടുക്കും, അതുപോലെ തന്നെ റഫർ കമ്മീഷൻ കൊടുക്കും, ലെവൽ കമ്മീഷൻ കൊടുക്കും, ഓട്ടോപൂൾ ഇൻകം കൊടുക്കും, അദ്ദേഹത്തിന്റെ റെഫറൻസിന് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് 900 ബാലൻസ് 8 ബ്ലോക്കിലും വരുമ്പോ 900 × 8 7200 രൂപ. അപ്പോഴാണ് ഈ ഒന്നാമത്തെ പൂള് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയുടെ രണ്ടാമത്തെ പൂള് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോഴത്തേക്കും കമ്പനിയില് 4 × 8 32ഓളം വ്യക്തികൾ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. 7200 രൂപയാണ് അവിടെ ബാലൻസ് വരിക. രണ്ടാമത്തെ ഓട്ടോപൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്ക് 3000 രൂപ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. 3000 രൂപയാണ് ഓട്ടോപൂൾ രണ്ടാമത്തേൽ കൊടുക്കുന്നത്. 3000 രൂപ അദ്ദേഹത്തിന് കൊടുക്കും. അതിന്റെ 50% സ്പോൺസർക്കും കൊടുക്കും 1500 രൂപ. അവിടെ ബാലൻസ് എത്രയുണ്ട്? 7200 നിന്നും 3000 + 1500 എന്ന് പറയുമ്പോ 4500 രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ 2700 രൂപ അവിടെയും ബാലൻസ് വരാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ഈ 2700 രൂപ ബാലൻസ് വന്നത് കമ്പനിയുടെ ഈ സിസ്റ്റത്തിലേക്ക് 32 വ്യക്തികളുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ്. അപ്പൊ ഈ 32 വ്യക്തികളുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2700 ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും 32 വ്യക്തികളുടെ പർച്ചേസ് വരുമ്പോൾ വീണ്ടും 2700 ബാലൻസ് വരും. അങ്ങനെ 16 തവണ വരുമ്പോ 2700 × 16 43,200 രൂപ കമ്പനിയുടെ വരാണ്. അപ്പോഴാണ് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പൂള് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയുടെ മൂന്നാമത്തെ പൂള് കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ പറയുന്നു കമ്പനി മൂന്നാമത്തെ പൂളിലൂടെ കൊടുക്കുന്നത് എത്രയാണെന്നറിയോ? 20,000 രൂപ. കമ്പനിയുടെ കയ്യിൽ 43,200 ഇരിക്കല്ലേ? അപ്പൊ ഓട്ടോ പൂൾ ഇൻകം 20,000 കൊടുക്കും. ഈ 1ഉം 2ഉം പൂളും കംപ്ലീറ്റ് ചെയ്ത് അതേ വ്യക്തിക്ക് 20,000 കിട്ടാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ സ്പോൺസർക്ക് 10,000 കൊടുക്കുന്നു. അപ്പൊ 43,200 നിന്നും 20 + 10 എന്ന് പറയുമ്പോ 30,000 കുറച്ചു കഴിഞ്ഞാൽ ബാലൻസ് അവിടെ 13,200 രൂപയുണ്ട്. ഈ 13,200 രൂപ ബാലൻസ് വരുന്ന സമയത്ത് കമ്പനി പറയുന്ന മറ്റൊരു ഓഫർ ഉണ്ട്. എന്താണ്? ഫ്രീ ആയിട്ട് ഒരു ഫാമിലി പാക്കേജ് കൂടി ഈ 3 ഓട്ടോപോളും കംപ്ലീറ്റ് ചെയ്ത വ്യക്തിക്ക് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാണ്. അത്
അതിനുവേണ്ടി കമ്പനിയുടെ കയ്യിൽ 13,200 രൂപയുടെ കൂടെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും വെറും 957 രൂപ മാത്രമേ കമ്പനി ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ഫാമിലി പാക്കേജ് ആയിട്ടുള്ള 14,157 ആ ഫാമിലി പാക്കേജ് ആക്ടിവേറ്റ് ചെയ്തിരുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.